ആണ് എൻ്റെ വീട്. ഉള്ള തൈകളൊക്കെ എൻ്റെ വാപ്പുണ്ടാക്കിയത്. പ്രിയപ്പെട്ട ഷാജിക്ക ജനിച്ചു വളർന്ന എസ്റ്റേറ്റിലെ പാടി അഥവാ അവരുടെ വീടാണ് ഇന്നത്തെ കണ്ടന്റ്. പതിച്ച കല്ലാളല്ലേ. ഇതായിരുന്നു അവരുടെ സുന്ദരമായ കൊച്ചു വീട്. തൊട്ടടുത്ത് ഒരു പാഠശാലയും നിലനിൽക്കുന്നുണ്ട്. ഷാജിക്ക പഴയ ബാല്യകാല കഥകളും അയവിറക്കി മുന്നോട്ടു നീങ്ങി. ഈ പാടിയിലെ അവസാന വീടായിരുന്നു അവരുടേത്. ഇന്ന് ഈ പാടിയിൽ തന്നെ ആരും താമസിക്കുന്നില്ല. അടുക്കളൊക്കെ പൊളിഞ്ഞു. പണ്ട് കാലങ്ങളിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ് എസ്റ്റേറ്റ് ജീവനക്കാർ ഇവിടെ ജീവിച്ചു പോന്നിരുന്നത്. അന്നത്തെ നല്ല നല്ല ഓർമ്മകളും വൃത്തിയാക്കി കൊണ്ടു നടന്ന വീടും പരിസരവും ഇന്നിങ്ങനെ കാണുമ്പോൾ ഒരുപാട് സങ്കടം വരാറുണ്ടെന്ന് ഷാജിക്കയുടെ ഉപ്പ യൂസുഫ് നമ്മോട് പറയാറുണ്ട്. ഇപ്പോഴും ഉണ്ടല്ലോ. പണ്ട് വെച്ച് പിടിപ്പിച്ച പല കായ്ക്കനികളും ഇന്നും ഫലം തരുന്നുണ്ട്. നല്ല സുഗന്ധവും മധുരവുമുള്ള ഓറഞ്ച് ഞങ്ങൾക്ക് ശേഖരിക്കാൻ സാധിച്ചു. പിന്നീട് അങ്ങോട്ട് തൊട്ടടുത്തുള്ള പാഠശാലയിലേക്കായിരുന്നു യാത്ര. നിലവിൽ ഈ സ്കൂൾ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ അറിവ് നുകരുവാനും കളിച്ച് രസിക്കുവാനും ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഇത്തരം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എസ്റ്റേറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സ്കൂളുകൾ പ്രവർത്തിച്ചു വരുന്നത്. ഏതൊരു മനുഷ്യനും ഇത്തരം കലാലയങ്ങൾ കാണുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് അറിയാതെ തികട്ടി വരും. ഇതൊക്കെയായിരുന്നു ഷാജിക്കയുടെ ചെറുപ്പകാലത്തെ വലിയ ലോകം.